അതുകൊണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അസൂയേനെ എടുത്തു കളഞ്ഞേക്കുക. മറ്റുള്ളവരുടെ ഓരോ കൊച്ചു നേട്ടത്തിലും വലിയ നേട്ടത്തിലും എല്ലാത്തിലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ സാധിക്കുമെങ്കിൽ പൈസ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തു വരും. അതുകൊണ്ട് പൈസ എന്നത് ശുദ്ധമായിട്ടൊരു ഊർജ്ജമാണ്. ആ ഊർജ്ജം നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലേ, ദീപാവലി സമയത്ത് ലക്ഷ്മിയെ ആഹ്വാനം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് വീട് മുഴുവൻ വൈറ്റ് വാഷ് ചെയ്യും, പെയിൻറ്റ് ചെയ്യും, ക്ലീൻ ചെയ്യും, പുതിയ വസ്ത്രങ്ങളാക്കും, പുതിയ കണക്കാക്കും, ഒക്കെ പുതിയതാക്കും. എന്തുകൊണ്ടാണ്? പോസിറ്റീവ് എനർജിയാണ് ലക്ഷ്മീനെ ആവാഹിക്കുക അഥവാ ധനത്തിനെ ആവാഹിക്കുക. പുറത്തുള്ള വീട് ശുദ്ധാക്കും പോലെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ എൻ്റെ ഉള്ളിലതായിരിക്കുന്ന അശുദ്ധീനെ കളഞ്ഞുകൊണ്ട് എല്ലാം പുതിയ പോസിറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചാൽ പോസിറ്റീവായിരിക്കുന്ന ധനത്തിനെ എൻ്റെ ഉള്ളിലേക്ക് എനിക്ക് ആവാഹിക്കാനും സാധിക്കും. അതുകൊണ്ട് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരുടെ നേട്ടത്തിലും എല്ലാ നേട്ടത്തിലും നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ, ഞാൻ മാസ്റ്റർ വിശ്വരചയിതാവാണ്, എല്ലാ ധനവും സമ്പത്തും എൻ്റെ ജന്മസിദ്ധ അധികാരമാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരുടെ സന്തോഷത്തിലും എനിക്ക് സന്തോഷിക്കാൻ സാധിക്കണം, എല്ലാവരുടെ നന്മയിലും എനിക്ക് ആ ആനന്ദവും സന്തോഷവും കണ്ടെത്താനായിട്ട് എനിക്ക് സാധിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ്, എന്താണോ നമുക്കുള്ളത് അതിൽ സന്തോഷിക്കാൻ നമ്മൾ പഠിക്കണം. സാറ്റിസ്ഫാക്ഷൻ എന്നത് സാധനങ്ങളുടെ ആധാരത്തിൽ മാത്രം നമ്മൾ വന്നു ചേരുന്ന ഒന്നല്ല. എന്ത് ഉണ്ടോ അതിൽ നമ്മൾ സന്തോഷിക്കുമെങ്കിൽ മാത്രമാണ് എന്തില്ലാത്തതുണ്ടോ അത് നമ്മളിലേക്ക് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതിന് നന്ദി പറയാൻ, നമ്മൾ ഈശ്വരനോട് നന്ദി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എനിക്കുള്ളത് ഒരു കൊച്ചു വീടാണെങ്കിലും, ഒരു വലിയ വീട് ഡ്രീം ചെയ്യണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ആ ഒരു കൊച്ചു വീട് എനിക്കുണ്ടെങ്കിൽ എനിക്ക് ആ വലിയ വീടില്ലല്ലോ എന്നൊരിക്കലും വിചാരിക്കരുത്. അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഉള്ള വീട് തന്നെ നമുക്ക് സംതൃപ്തി തരാത്ത ഒന്നായിട്ട് മാറുകയുള്ളൂ. അതുകൊണ്ട് എന്ത് വീട് എനിക്കുണ്ടോ ആ വീടിന് വേണ്ടി ഭഗവാനോട് നന്ദി പറയണം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സംതൃപ്തിയുടെ ഒരു വൈബ്രേഷൻ മാത്രമേ വരാവൂ. സംതൃപ്തമായ വൈബ്രേഷന് മാത്രമേ മറ്റൊരു പോസിറ്റിവിറ്റിയെ നമ്മളിലേക്ക് ആകർഷിക്കാൻ കഴിയുള്ളൂ.